എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് MRC തൊപ്പിയുടെ കൂടെയുള്ള ശരത് അഥവാ റാംബോ. അവന് അൻസിഫ് മൂനിക്കൽ അങ്ങനെ തോന്നുന്നു പേര് കേട്ടോ. പുള്ളിനെ വിളിച്ച് അറിഞ്ഞാ പറഞ്ഞാ ചീത്തവിളി ഇവര് തമ്മിൽ. ഞാൻ റിയാക്ഷൻ വീഡിയോ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. തൊപ്പിയുടെ ഒരു പാർട്ട് മാത്രമേ റിയാക്ഷൻ കാണിക്കുന്നുള്ളൂ, ബാക്കി മൊത്തം ഞാൻ സംസാരിക്കുകയാണ്. കാരണം അത്തരം അവരുടെ ചീത്തവിളിയൊന്നും പൊതുസമൂഹത്തിൽ സദസ്സിൽ കാണിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് എന്റെ ചാനൽ കാണിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അൻസിഫ് മൂനിക്കൽ എന്ന് പറയുന്ന വ്യക്തിനെ ഞാൻ കാണിക്കാം, കുറച്ച് പോകെ കാണിക്കാം. ഈ വ്യക്തി സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ടു, ഒരു മ്ലേച്ഛകരമായ കമന്റ്. തൊപ്പിയെയും ടീമിനെയും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തല്ലും, മലപ്പുറത്ത് വന്ന് ഇടിക്കും എന്നൊക്കെ. ഇത് കേട്ട ഉടനെ നമ്മുടെ റാംബോ എന്ത് ചെയ്തു? റാംബോ നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ കൊടുക്കാം. ഇതാണ് റാംബോ, ഇവിടെ കൊടുക്കാം. ഇതാണ് മറ്റേ മൂനിക്കൽ എന്നാണ് തോന്നുന്നു കേട്ടോ പേര്. ഇതാണ് പുള്ളി. അപ്പോ റാംബോ പുള്ളിനെ വിളിച്ച് സംസാരിച്ചു. ഇവര് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായപ്പോഴത്തേനും ഈ റാംബോ അയാളെ വിളിച്ചത് അയാളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അയാളുടെ ഫോൺ നമ്പർ അയാൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫോർ ബിസിനസ് പർപ്പസ് യു കോൾ മീ ഓൺ ദിസ് നമ്പർ. ബിസിനസ് ആവശ്യങ്ങൾക്ക് ഈ നമ്പറിൽ എന്നെ വിളിക്കുക. ആ നമ്പറിൽ എടുത്തിട്ട് വിളിച്ചു, പബ്ലിക്കിൽ കിടന്ന നമ്പറിലേക്ക് വിളിച്ചു. എന്റെ നമ്പർ നീ നിന്റെ ലൈവിൽ ലീക്ക് ആക്കുന്നോടാ റാംബോ എന്ന് ചോദിച്ചുകൊണ്ട് അൻസിഫ് മൂനിക്കൽ എന്ത് ചെയ്തു? തൊപ്പിയുടെയും റാംബോയുടെയും നമ്പർ എന്നിട്ട് ലീക്ക് ചെയ്തു. എടാ, ഈ തൊപ്പിയുടെ നമ്പർ ഇതിനകത്ത് എങ്ങനെ? നീയും റാംബോയും തമ്മിൽ വഴക്കാണ്, തല്ലി തീർക്കം കെട്ട്, റിങ്ങി കെട്ടി തരം തല്ലി ചാവം കെട്ട്, യാതൊരു പ്രശ്നമില്ല. ഇതിനകത്ത് അനാവശ്യം. ഇപ്പോ അൻസിഫുമായിട്ട് ഈ മൂൺലൈറ്റുമായിട്ട് മൂൺലൈറ്റ് അല്ലല്ലോ മൂനിക്കലുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോ അൻസിഫിന്റെ നമ്പർ ലീക്ക് ആക്കി, ഓക്കെ. അതിന് പകരം അൻസിഫിന്റെ കുടുംബത്തിലുള്ള മറ്റൊരാളുടെ നമ്പർ ലീക്ക് ചെയ്തെങ്കിലും ആ സാധനമാണ് അൻസിഫ് ചെയ്തത്. അത് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഇവർക്കില്ലല്ലോ. അപ്പൊ ഈ സമയത്ത് തൊപ്പിക്ക് അപാരമായ കോളുകൾ വരുന്ന സാഹചര്യത്തിൽ തൊപ്പി എന്ത് ചെയ്തു? തൊപ്പി ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ പറഞ്ഞു, എന്റെ നമ്പർ ഡിലീറ്റ് ആക്കണം. ആ സാധനം ഞാൻ കേട്ടി. എന്റെ നമ്പർ എന്തിലേക്ക് വിളിച്ചത്? എന്റെ ഇതിൽ ഇന്ന് രാവിലെ മുതൽ വരുന്ന, ഇന്നലെ രാത്രി മുതൽ വരുന്ന കോൾസ് ആണ്. ഇതെന്താ സംഭവം? ഞാൻ എന്തിനാ ഈ ലോകത്തുള്ള എല്ലാരും പിടിച്ചിടും. അതല്ല, അത് നീ പറഞ്ഞതാക്കണ്ട. ഞാൻ ഇവന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്റെ നമ്പർ ലീക്ക് ആക്കി ഡിലീറ്റ് ആക്കാൻ. എനിക്ക് കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇതിന്റെ ബാക്കിൽ നിന്ന് ഓടാനുള്ള സമയം എനിക്കില്ല. മനസ്സിലായി? എനിക്ക് എത്ര ബിസിനസ് ആണ് മിസ്സാണെന്നറിയോ? എനിക്ക് എന്തെല്ലാം എനിക്ക് എത്ര വേണ്ടപ്പെട്ട കോൾസ് ഇതും മിസ്സായി നീ നമ്പർ ലീക്ക് ആകാറോ? അവനോട് ഇത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടോ? കണ്ടില്ല. ഞാൻ വിളിക്കട്ടാ, ഡിലീറ്റ് ആക്കാൻ പറഞ്ഞു. വിളിച്ച് സംസാരിക്കുമ്പോഴും മൂനിക്കൽ അത്യാവശ്യം ചൊറിയുന്ന പോലെയൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇവര് വിളിച്ച് സംസാരിച്ചു. അങ്ങനെ തൊപ്പി അവനോട് പറഞ്ഞ് മൂനിക്കലിനോട് പറഞ്ഞ് എന്റെ നമ്പർ ഡിലീറ്റ് ആക്കണം, നീ റാംബോയും തമ്മിലാണ് പ്രശ്നം, നിങ്ങൾ എന്തിനാന്ന് വെച്ചാൽ കാണിക്ക്, നിങ്ങൾ നമ്പർ ലീക്ക് ആക്കുക, നിങ്ങൾ നമ്പർ ഡിലീറ്റ് ചെയ്യുക, എന്താന്ന് വെച്ചാൽ എന്റെ നമ്പർ ഇതിനകത്ത് മാറ്റണം, ഞാൻ ഇതിലില്ല എന്ന് പറഞ്ഞു. അപ്പൊ മൂനിക്കല് പറഞ്ഞ് നീ എന്റെ നമ്പർ അവൻ ലീക്ക് ചെയ്ത് ട്രിം ചെയ്ത് എടുത്ത് ദൂരെ കളഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്റെ നമ്പർ എടുത്ത് ദൂരെ കളയാന്ന് പറഞ്ഞു. തൊപ്പി പറഞ്ഞ വാക്ക് പാലിച്ചു. തൊപ്പി റാംബോയുടെ ചാനലിൽ നിന്നും ഈ ഒരു വീഡിയോ, അതായത് നമ്പർ ലീക്ക് ചെയ്ത സാധനം എടുത്ത് ഡിലീറ്റ് ചെയ്തു. അതിനോടനുബന്ധിച്ച് അവനെ ഡിലീറ്റ് ചെയ്തു. അപ്പൊ മൂനിക്കലിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ കാണിച്ചുതരാം. മൂനിക്കൽ ഇട്ടത് നിങ്ങൾ കണ്ടല്ലോ, മൂനിക്കലിനെ കാണിച്ചുതരാം. BGMA കോപ്പിറൈറ്റ് ഇട്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ തന്നെ ഇടുന്ന കേട്ടോ. അപ്പൊ നമ്മൾ ഈ തൊപ്പി റാംബോ വിഷയത്തിൽ തൊപ്പി നല്ല പേഴ്സണൽ ആയിട്ട് ലൈവിൽ വിളിച്ചിട്ട് സംഗതി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ഡിലീറ്റ് ആക്കാൻ വേണ്ടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ വീഡിയോ ഡിലീറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ റാംബോന്റെ ലൈവിൽ എന്റെ വീഡിയോ അത് നമ്പർ ബ്ലർ ആക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ തന്നെ തൊപ്പി വാക്ക് വലിച്ചുകൊണ്ട് തൊപ്പി നല്ല ഡിഗ്നിറ്റിയും ഞങ്ങൾ ഭയങ്കര ഡിഗ്നിറ്റി ഉള്ള ആളാണ്, പറഞ്ഞ വാക്കിന് വില. അപ്പൊ അത് ഈ പുള്ളി, ഈ ഡിഗ്നിറ്റി പറയുന്ന ഈ പുള്ളി മറ്റേ പോത്ത് സീൻ ഉണ്ടല്ലോ, പോത്ത് ഷാജാന്റെ സീന്, കാറ് തല്ലി പൊട്ടിച്ചിട്ട് ആ പുള്ളിക്കാര് മാസ് എൻട്രി നടത്തി നാട്ടുകാരെ മൊത്തം കലാപ ആഹ്വാനത്തിലേക്ക് തള്ളി, ആ സീനിന്റെ അകത്ത് ഒത്തുതീർപ്പാക്കാൻ വന്ന മനുഷ്യനാണ് ഈ മനുഷ്യൻ. മനസ്സിലായോ? ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുള്ളിക്കാരനെ മനസ്സിലായില്ലേ? ഇത് ഇൻഫ്ലുവൻസർ കാറ്റഗറിയാണ് ഇവരെല്ലാം. ഇപ്പൊ റാംബോ ആയാലും സ്റ്റാർട്ട് ചെയ്ത് ടപ്പെന്ന് റീച്ച് ഉണ്ടായി, മറ്റേ എല്ലാരും. അപ്പൊ ഇവരുടെ എല്ലാം മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ കോൺട്രവേഴ്സി പിടിക്കുക, പള്ളി പിടിക്കുക. ഈ സാധനമാണ് എല്ലാവരും റീച്ച് ആകാൻ നോക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഈ മൂനിക്കലായാലും സോറി കേട്ടോ, അത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞല്ലോ, ശരിക്കും തെറ്റി പറഞ്ഞ. മൂനിക്കലായാലും അതേപോലെ തന്നെ നമ്മുടെ റാംബോ ആയാലും നിങ്ങൾക്കൊക്കെ ഒരു ഫേസ് വാല്യൂ ഉണ്ട്. നിങ്ങൾ ഈ കോൺട്രവേഴ്സി പിടിച്ച് വള്ളി പിടിച്ച് ഫേമസ് ആകാൻ നടക്കുന്ന എന്തിനാണ് മനസ്സിലായിട്ടില്ല. ഇപ്പൊ തൊപ്പി തുടക്കകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന സാധനമുണ്ട്, അത് നമുക്ക് ഇതിപ്പോ കേട്ടിട്ട് തൊപ്പിയുടെ ബാക്കി കഥ പറയാം. ാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും വാക്ക് വലിക്കാനുള്ള നിലയ്ക്ക്, കാരണം ഞാനും അതിലേക്ക് ഡിഗ്നിറ്റി ആളാൻ വേണ്ടി നോക്കുന്നത്. അപ്പൊ ഞാനും തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, എന്റെ അക്കൗണ്ട് നമ്പർ ലീക്ക് ചെയ്ത് ഞാനും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പരിപാടി ക്ലോസ് ചെയ്യാൻ ദയവ് ചെയ്ത് ഞാൻ എന്റെ ഒരു മൂലം കൂടെ ഞാൻ എന്റെ ഫാമിലി കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകണം. നമുക്ക് വലിയ ആൾക്കാരാണ്, പബ്ജി കളിക്കാൻ അറിയുന്ന ആളാണ്. കാരണം എനിക്ക് ഇന്നവരെ ഗെയിം എന്താണെന്ന് അറിയാം, എനിക്ക് കളിക്കാനും അറിയാം. നമുക്ക് ആകെ പെസ് അല്ലെങ്കിൽ ശരിക്കുള്ള ഫുട്ബോൾ അത് മാത്രമേ അറിയുള്ളൂ. അതെ, അപ്പൊ മൂലക്കൂടെ പോവാണെന്നാണ് പറയുന്നത്. ഈ അൻസിഫ്
മൂണിക്കൽ പുള്ളിക്കാരന് തൊപ്പി അയച്ച ഒരു മെസ്സേജ് ആണ് നമ്മൾ ഈ കാണുന്നത്. അപ്പൊ ഈ എന്റെ നമ്പർ ഇതാക്കിയത് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് അയച്ചൊരു മെസ്സേജ് ആണ് കാണുന്നത്. അപ്പൊ ഇത് തന്നെ പുള്ളിക്കാരൻ ചോദിക്കുന്നത്, ഞാൻ ലവന്റെ നമ്പർ ഡിലീറ്റ് ആക്കണോ ഗൂയിസ്, എന്താണ് ഗൂയിസ് നിങ്ങളുടെ അഭിപ്രായം? ഈ ഒരു സാധനത്തിലാണ് അൻസിഫ് അതും സോഷ്യൽ മീഡിയയിലേക്ക് പരത്തുകയാണ്. തൊപ്പിയോട് ചോദിച്ചു, തൊപ്പി കെഞ്ചട്ടനോട് റാംബോനെ വിളിച്ചു, അവൻ ഇതിനാണ് സംഭവം. ഈ തൊപ്പി ഇതിനകത്ത് എന്റെ വീഡിയോ തൊപ്പിയാണ് വഴിയില്ല, എന്നാലും തൊപ്പി കാണുകയാണെങ്കിൽ തൊപ്പിയോട് എന്റെ ഒരു അഭ്യർത്ഥനയാണ്. തൊപ്പി കുറെ നാളുകൾക്ക് മുമ്പേ ഏത് ലൈനിലൂടെയാണ് സഞ്ചരിച്ചത്, ആ ലൈനിലൂടെയാണ് ഇപ്പോ റാംബോ പോകാൻ നോക്കുന്നത്. ആ ലൈനിലൂടെയാണ് മമ്മു പൊക്കോണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഷമീറിന് പിന്നെയും കുറച്ചും കൂടെ ബോധം ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊപ്പി ജീവിതത്തിൽ അനുഭവിച്ച കുറെ സാധനങ്ങളുണ്ടല്ലോ, ആ സാധനങ്ങൾ ഇവരിലേക്കൂടെ എത്തും. ഇപ്പൊ തൊപ്പിയുടെ ലൈവ് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കുറെ ചില്ലറ പിള്ളേർ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു സാധനം ഇന്ന് എല്ലാവരും ഫാമിലി ഓഡിയൻസ് വരെ ആസ്വദിക്കുന്ന ഒരു സാധനത്തിലേക്ക് എത്തിച്ചേർന്നു. ഫാമിലി ഓഡിയൻസ് വരെ ഇന്ന് തൊപ്പിയുടെ വീഡിയോ കാണുന്നുണ്ട്. അതിന്റെ കാരണം തൊപ്പി അതിനകത്ത് ഒരുപാട് ഓൾട്ടറേഷൻസ് നടത്തി, ഒരുപാട് സെൻസറിങ് നടത്തി. ഇപ്പൊ തൊപ്പിയുടെ ഇത് പ്രകാരം ചീത്ത വാക്കുകൾ പറയാൻ പാടില്ല, അപമര്യാദ സാധനങ്ങൾ പറയാൻ പാടില്ല, മ്ലേച്ഛകരമായ സാധനങ്ങൾ ചെയ്യാൻ പാടില്ല, അശ്ലീലമായത് കാണിക്കാൻ പാടില്ല, ഇങ്ങനെ കുറെ റൂൾസ് തൊപ്പിയുടെ ലൈവിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഇവന്മാർക്കെല്ലാം ഒരു ലൈവ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട്, ഞങ്ങൾക്ക് അറുമതിക്കട പിള്ളേരെ, നിന്റെ ലൈവിലൊന്നും യാതൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞങ്ങൾക്ക് കിടയാത്. തൊപ്പി ഇതിനകത്ത് പറയുന്നുണ്ട്, ഇവന്മാരുടെ ലൈവാണ്, ഇതിനകത്ത് എന്റെ റൂൾസ് ഒന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. അത് തൊപ്പി അവരുടെ ലൈവിലൂടെ റൂൾസ് വെക്കുക. കാരണം ഇവരെ കാണുന്നതും ഇമാതിരി ഫാമിലി ഓഡിയൻസിലേക്ക് കൂടെ എത്തണ്ടേ. അല്ലെങ്കിൽ തൊപ്പി നല്ലൊരു മനുഷ്യൻ, റാംബോ ചീത്തവിളി, മമ്മു അവൻ കുരിശ്, അങ്ങനെ ഒരു ഇമേജ് ആണോ പുറത്തു പോകേണ്ടത്? നിങ്ങളൊരു ഗ്യാങ് അല്ലേ, നിങ്ങളൊരു ടീമല്ലേ? ഇവര് ഏത് വള്ളി പിടിച്ചാലും, ഈ പറയുന്ന റാംബോ ആയാലും മമ്മു ആയാലും ജാസി ആയാലും മുനു ആയാലും, ആര് വള്ളി പിടിച്ചാലും, മുനു വള്ളിയൊന്നും പിടിക്കത്തില്ല കേട്ടോ, മുനു ഒരു പാവം മനുഷ്യനാണ്. ആര് വള്ളി പിടിച്ചാലും ആ വള്ളിയുടെ വാലെ തൂങ്ങേണ്ടത് തൊപ്പിയാണ്. തൊപ്പി ഇത് മനസ്സിലാക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ നിങ്ങളുടെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവരിലേക്ക് കൊടുക്കുക. അനാവശ്യമായ വള്ളികൾ പിടിക്കാതിരിക്കാൻ ശ്രമിക്കുക, അനാവശ്യമായിട്ടുള്ള ഇത്തരം മോശം ഭാഷാ ശൈലികൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. മമ്മുവിന്റെ വണ്ടി ക്യാമറ ഓൺ ചെയ്ത ഉടനെ സ്റ്റേഷനിലേക്ക് പോകാം, ഈ ഒരു സാധനങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചാൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഈ വള്ളിയുടെ എല്ലാം പുറകെ തൊപ്പി ഇടം തൂങ്ങേണ്ടതായിട്ട് വരും. തൊപ്പിയുടെ നമ്പർ ലീക്കാവും, തൊപ്പിക്ക് മനസ്സമാധാനം ഉണ്ടാകത്തില്ല. ഈ ഇവന്മാർക്കെല്ലാം തൊപ്പി എന്നെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ടെന്നുള്ളൊരു ഇതുണ്ട്, ഒരു ഫീലിംഗ് ഉണ്ട്. എന്ത് സീൻ വന്നാലും കുഴപ്പമില്ല, തൊപ്പി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. കാശ് വാരി എറിയും, തൊപ്പി നമ്മളെ സേവ് ചെയ്യും. ഈ ഒരു സാധനമാണ് നമ്മൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേനും തൊപ്പി ശരിക്കും ഈ ആൾക്കാരെ, കൂടെ നിൽക്കുന്ന ആൾക്കാരെ, അവരുടെ സെൽഫ് സഫിഷ്യൻസി ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. സ്വന്തമായിട്ടൊരു വിഷയം വരുമ്പോഴത്തേനും ഇവന്മാർക്ക് ഇത് വഷളാക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, ഇത് സോൾവ് ചെയ്യാൻ അറിയാത്തൊരു സാധനമാവും. നിങ്ങൾ നോക്കിയാൽ മതി, തൊപ്പിയുടെ കൂടെ നിൽക്കുന്ന ഏത് ആൾക്കാര് ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യണമെങ്കിൽ അതിനകത്ത് തൊപ്പി ഇറങ്ങണം. തൊപ്പി ഇറങ്ങിയാൽ അത് സോൾവ് ആകത്തുള്ളൂ. അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർക്ക് അത് സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ തന്നെയാണ്. ആ ഒരു കപ്പാസിറ്റി വരുത്തണ്ടേ? തൊപ്പി മാത്രം സോൾവ് ചെയ്താൽ മതിയോ? ഇത് ഈ കൂടെ നിൽക്കുന്ന ആളുകളും വളരണ്ടേ? ഈ കൂടെ നിൽക്കുന്ന ആളുകളെയും ജനങ്ങളെ അക്സെപ്റ്റ് ചെയ്യണ്ടേ? നിങ്ങൾക്കൊന്നും കോൺട്രവേഴ്സി ആവശ്യമില്ല. ഇപ്പൊ നമ്മളെപ്പോലുള്ള ഫേസ് അറിയാത്ത കൂടുതൽ ആളുകൾ നമ്മളിലേക്ക് എത്തിച്ചേരാത്ത അങ്ങനത്തെ ആളുകൾ കോൺട്രവേഴ്സി ഉണ്ടാക്കണം ചിന്തിക്കുന്നത് റീച്ചിന് വേണ്ടിയിട്ടാണെന്ന് പറയാം. പക്ഷെ നല്ല റീച്ചുള്ള, ഫേസ് വളരെ ഫെമിലിയർ ആയിട്ടുള്ള, കുട്ടിയെ പോലുള്ളവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് കിട്ടുന്ന നിങ്ങൾക്കൊക്കെ എന്തിനാണ് ഞാൻ അനാവശ്യ റീച്ച്? നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾക്ക് താഴെയുള്ള ഒരാളുമായിട്ട് പോയി വള്ളി പിടിക്കുമ്പോഴത്തേനും, ഈ മൂണിക്കൽ താഴെയാണല്ല കേട്ടോ ഞാൻ പറയുന്നത്, എക്സാമ്പിൾ പറയാം, താഴെയുള്ള ഒരാളുമായിട്ട് പോയി വള്ളി പിടിക്കുമ്പോഴത്തേനും അവന് ഗ്രോത്ത് ആണത്. നിങ്ങൾക്ക് എന്തിനാണ് ഇതിനകത്തുള്ളത്? തൊപ്പി പറ്റുമെങ്കിൽ ഇവരുടെ ലൈവും കൂടെ ഫാമിലി ഫ്രണ്ട്ലി ആക്കാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ അത് വളരെ മികച്ചൊരു സാധനമായിരിക്കും. ഒരു കുറച്ചൊക്കെ തമാശയാവാം, പക്ഷെ ഓവറായിട്ട് ചീത്തവിളിയൊക്കെ ആയി കഴിഞ്ഞാൽ അരോചകമായിട്ട് തോന്നും. കോൺട്രവേഴ്സി എന്ന് പറഞ്ഞ് തെരഞ്ഞു നടന്ന് നാട്ടുകാരെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ നൈസായിരിക്കും. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും മുൻകളെ പ്രത്യേകിച്ച്